അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദ് എടുത്തോ എല്ലാവരും? നമ്മൾ ഇർഷാദിൽ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? കഴിഞ്ഞ പാഠങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ, ഒരാഴ്ചയായില്ലേ നമ്മൾ ഇർഷാദ് എടുത്തിട്ട്. ഒരാഴ്ചയായിട്ട് ഇർഷാദായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലാതെ അന്ന് എടുത്ത പാഠം വായിച്ചിട്ട് അവിടെ വെച്ചതായിരിക്കും കുറേ ആൾക്കാർ, പിന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല. നോട്ടൊക്കെ എഴുതി കറക്റ്റായിട്ട് എഴുതിയിട്ട് ഉസ്താദന്മാർക്ക് കാണിച്ചു കൊടുത്താൽ ഓക്കെ. പിന്നെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? കഴിഞ്ഞ പാഠം വുളൂഇൻ്റെ ഫർളുകളല്ലായിരുന്നോ? വുളൂഇൻ്റെ ഫർളുകളും ഷർത്തുകളും കവർ ചെയ്തിട്ടുള്ള പാഠമാണ് കഴിഞ്ഞ പാഠം. അപ്പോൾ നമ്മൾ അതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് വുളൂഇൻ്റെ ഫർളുകളാണ്. വുളൂഇൻ്റെ ഫർളുകൾ ആകെ എത്ര എണ്ണമാണ് നമ്മൾ പറഞ്ഞത്? ആകെ 6 ഫർളുകളാണ്. അപ്പോൾ 6 ഫർളുകളും അതോടനുബന്ധിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് വുളൂഇൻ്റെ ഫർളുകൾ എന്നുള്ളത്? വുളൂഇൻ്റെ ആദ്യത്തെ ഫർള് എന്തായിരുന്നു? നിയ്യത്താണ് അല്ലേ? അപ്പോൾ വുളൂഇൻ്റെ ഫർളിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നും കൂടെ പറയാം നമുക്ക്. വുളൂഇൻ്റെ ഫർളുകളിൽ ആദ്യത്തെ നിയ്യത്താണ് ആദ്യത്തെ ഫർള്. അതിൽ നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത് മുഖം കഴുകുന്നതിൻ്റെ ആദ്യ ഭാഗത്തോട് ചേർന്ന് കൊണ്ടായിരിക്കണം. അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ, വുളു എന്ന ഫർളിനെ വീട്ടുന്നു എന്നോ, വുളു ചെയ്യുന്നു എന്നോ അതുപോലുള്ള മറ്റെന്തെങ്കിലുമൊക്കെ നമ്മൾ നിയ്യത്തായിട്ട് മനസ്സിൽ കരുതണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് വുളൂഇൻ്റെ ഫർളുകളിൽ രണ്ടാമത് എന്താണ്? മുഖം കഴുകലാണ്. അപ്പോൾ മുഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിധികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നീളത്തിൽ എങ്ങനെയാണ്, മുഖത്തിൻ്റെ നീളം എങ്ങനെയാണ്, നീളത്തിൽ മുഖത്തിൻ്റെ അതിർത്തി എങ്ങനെയാണ്, തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ താഴെ അറ്റം വരെ അല്ലെങ്കിൽ താഴ്ഭാഗം വരെ, പിന്നെ വീതിയിൽ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ. മുഖം കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മുഖത്തിൽ വെള്ളം ഒലിപ്പിക്കണം നമുക്ക് ആദ്യം അറിയാം, കഴുകപ്പെടുന്ന അവയവമായതുകൊണ്ട് മുഖത്തിൽ വെള്ളം ഒലിപ്പിക്കണം. അങ്ങനെ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തിങ്ങിയ താടി ഒഴികെയുള്ള മുഖത്തുള്ള എല്ലാ രോമങ്ങളും മുടികളും ഉള്ളും പുറവും കഴുകിയിരിക്കണം അല്ലേ? ഇനി അതും കഴിഞ്ഞ് വുളൂഇൻ്റെ ഫർളുകളിൽ മൂന്നാമത്തെ ഫർള് എന്തായിരുന്നു? 2 കൈകൾ മുട്ടോടുകൂടി കഴുകുക. കൈ കഴുകുമ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കയ്യിലുണ്ടായിട്ടുള്ള മുടി അതെത്ര നീളമുണ്ടെങ്കിലും എത്ര വലുപ്പമുണ്ടെങ്കിലും എത്ര അധികമുണ്ടെങ്കിലും ഉള്ളും പുറവും കഴുകിയിരിക്കണം എന്നല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? നിയ്യത്ത് കഴിഞ്ഞു, മുഖം കഴുകി കഴിഞ്ഞു, 2 കൈ കഴുകി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? തല തടവണം അല്ലേ? തല മുഴുവൻ തടവണോ? കുറച്ച് തടവിയാൽ മതിയോ? തലയിൽ നിന്ന് കുറച്ച് തടവിയാൽ മതി. എവിടെയാണ് തടവേണ്ടത്? തലയുടെ തൊലിയിൽ തടവുക, അല്ലെങ്കിൽ തലയുടെ അതിർത്തിയിൽ മുളച്ചിട്ടുള്ള മുടിയിൽ നിന്ന് അല്പം തടവുക. ഇതാണ് വേണ്ടത് അല്ലേ? പിന്നെ അടുത്തതായിട്ട് എന്താ വേണ്ടത്? 4ാമത്തെ ഫർള് കഴിഞ്ഞ് 5ാമത്തെ ഫർള് 2 കാലുകൾ കഴുകണം. കാലുകൾ എങ്ങനെ കഴുകേണ്ടത്? ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഞെരിയാണി ഉൾപ്പെടെ കഴുകുമ്പോൾ കാലുമുലുള്ള മുടിൻ്റെ വിധി എന്താണ്? 2 കയ്യിൽ പറഞ്ഞ അതേ വിധിയാണ്. 2 കയ്യിലുള്ള മുടികൾക്ക് പറഞ്ഞ അതേ നിയമമാണ് കാലുകൾ കഴുകുമ്പോൾ അവിടെയുള്ള കാലുമുലുണ്ടായിട്ടുള്ള മുടികളെ അവസ്ഥ അല്ലേ? പിന്നെ അതും കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ളത് തെർത്തീബാണ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ അവയവങ്ങളെ വഴിയായി കൊണ്ടുവരണം. എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണത്? എന്തായിരിക്കണം? മുഖത്തെ എന്തിനേക്കാൾ മുന്തിക്കണം? 2 കൈകളെക്കാൾ. പിന്നെ 2 കൈകളെ എന്തിനേക്കാൾ മുന്തിക്കണം? തല തടവുന്നതിനേക്കാൾ. തല തടവുന്നതിന് എന്തിനേക്കാൾ മുന്തിക്കണം? 2 കാലുകൾ കഴുകുന്നതിനേക്കാൾ. ഈ വിധത്തിൽ നമ്മൾ വുളൂഇൻ്റെ എല്ലാ ഫർളുകളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ വുളൂഇൻ്റെ വുളു എടുക്കാൻ വേണ്ടി പഠിച്ചു. അപ്പോൾ നമ്മൾ ഷർത്തും ഫർളും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? അത്യാവശ്യം മോശമില്ലാത്ത രൂപത്തിൽ വുളു എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വുളു എടുക്കുമ്പോൾ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിക്കണം. അപ്പോൾ ഏതെങ്കിലും ഷർത്തോ ഏതെങ്കിലും ഫർളോ ഒഴിവായി പോയാൽ വുളു ശരിയാവുകയില്ല. വുളു ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരവും ശരിയാവുകയില്ല. പറഞ്ഞത് മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെ പാഠമാണ്. 3ാമത്തെ പാഠത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? വുളൂഇൻ്റെ ഷർത്ത് ഫർള് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും വുളൂഇന് നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ട കാര്യം. വുളു ആകണമെങ്കിൽ വേണ്ട സംഗതികളാണ് നമ്മൾ ഇതുവരെ പഠിച്ച ഷർത്തുകളും ഫർളുകളും. ഇനി വുളൂഇൻ്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അഥവാ വുളൂഇൻ്റെ സുന്നത്തുകൾ. വുളൂഇൻ്റെ സുന്നത്തുകളെ കുറിച്ചിട്ട് ഒരു ലേശം നമുക്ക് പറയാം. അപ്പോൾ നോക്കി നിങ്ങൾ 3ാമത്തെ പാഠം നോക്കട്ടല്ലോ. അൽ ബാബു സാലിസു ഫി സുനനിൽ വുളൂഇ. 3ാമത്തെ പാഠം വുളൂഇൻ്റെ സുന്നത്തുകളെ കുറിച്ച് പറയുന്ന പാഠമാകുന്നു. പാഠത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? മിൻഹ എന്ന് പറഞ്ഞാൽ വുളൂഇൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. ആ വുളൂഇൻ്റെ സുന്നത്തുകളിൽ പെട്ട കുറച്ച് കാര്യമേ പറയുന്നുള്ളൂ. തുടക്കം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വുളൂഇന് ഒരുപാട് സുന്നത്തുകളുണ്ട്, കുറേ സുന്നത്തുകളുണ്ട്. അത് നമ്മളിവിടെ പറയണില്ല. നമ്മൾ ഏതാനും ചില സുന്നത്തുകൾ മാത്രം പറയാണ്. അപ്പോൾ ഇത് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. വുളൂഇന് സുന്നത്തുകൾ ഇനിയും വേറെ കുറേ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം വുളൂഇൻ്റെ സുന്നത്തിൽ നമ്മൾ ആദ്യം നിയ്യത്ത് വേണം.
വുളൂവിന് മുഖം കഴുകുമ്പോൾ ഫർളായ നിയ്യത്തിന് പുറമെ തന്നെ വുളൂയിൽ സുന്നത്ത് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വുളൂ തുടങ്ങുമ്പോൾ നമ്മൾ മുൻകൈയല്ല കഴുകുക. ഈ മുൻകൈ കഴുകുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് നിയ്യത്ത് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകൾ വേറെ ഉണ്ട് ഇവിടെ പറയാത്തത്. അപ്പോൾ ഇത് മാത്രമുള്ള സുന്നത്ത് എന്ന് വിചാരിക്കേണ്ട, സുന്നത്തുകളിൽ നിന്ന് ഏതാനും ചില സുന്നത്തുകൾ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. അത്രേ ഉള്ളൂ ഇവിടെ ഉദ്ദേശം. അപ്പോൾ നോക്കണേ, മിൻഹ വുളൂവിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് വുളൂ ചെയ്യൽ. ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് വുളൂ ചെയ്യൽ. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ പൈപ്പ് അവിടെ പോയിട്ട് വുളൂ ചെയ്യും, അല്ലെങ്കിൽ പൈപ്പ് അല്ലെങ്കിലും എവിടെ നമുക്ക് സൗകര്യം കിട്ടുമെങ്കിൽ അവിടെ പോയി വുളൂ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സുന്നത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വുളൂ ചെയ്യാൻ നിൽക്കുമ്പോൾ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിൽക്കണം. അത് പ്രത്യേക സുന്നത്ത്. ഖിബിലയല്ലേ നമ്മുടെ കേന്ദ്രം. നമ്മൾ നിസ്കാരത്തിൽ തിരിയുന്ന അതേ സ്ഥാനത്തേക്ക് തന്നെ വുളൂ ചെയ്യുമ്പോഴും എന്താകിരിക്കണം, നമ്മൾ തിരിഞ്ഞിരിക്കണം. അത് വുളൂവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താകുന്നു. അപ്പം മിൻഹ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, മിൻഹ വുളൂവിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് തിരിയൽ. അപ്പോൾ ഖിബ്ലയിലേക്ക് തിരിയൽ വുളൂവിൻ്റെ ഒരു സുന്നത്താകുന്നു. പിന്നെ വ തസ്മിയത്തുൻ മഖറൂനത്തുൻ ബി ഔവലിഹി, അത് മറ്റൊരു സുന്നത്താണ്. വ തസ്മിയത്തുൻ മഖറൂനത്തുൻ ബി ഔവലിഹി, തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ. തസ്മിയത്ത് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ. എങ്ങനെയായിരിക്കണം ബിസ്മി ചൊല്ലണം? മഖറൂനത്തുൻ ബി ഔവലിഹി, വുളൂഇൻ്റെ ആദ്യത്തോട് ചേർന്ന് ബിസ്മി ചൊല്ലണം. വുളൂയിൽ നമ്മൾ വുളൂ തുടങ്ങുന്നത് എന്തുകൊണ്ടാണോ ആ തുടക്കത്തോട് ചേർന്ന് കൊണ്ടായിരിക്കണം ബിസ്മി ചൊല്ലേണ്ടത്. മനസ്സിലായോ? അപ്പോൾ വ തസ്മിയത്തുൻ മഖറൂനത്തുൻ ബി ഔവലിഹി, വുളൂവിൻ്റെ തുടക്കത്തോട് ചേർന്നുകൊണ്ട് ബിസ്മി ചൊല്ലണം. വ ഗസ്ലുൽ കഫൈനി, രണ്ട് കഫുകൾ കഴുകണം. കഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഫുൻ കഫൈനി, അല്ലെങ്കിൽ അപ്പോൾ ഗസ്ലുൽ കഫൈനി, രണ്ട് കഫുകളെ കഴുകണം. കഫ് എന്ന് പറഞ്ഞാൽ മുൻകൈയിനാണ് കഫ് എന്ന് പറയാം. അപ്പോൾ രണ്ട് മുൻകൈകൾ കഴുകേണ്ടത് എങ്ങനെയാണ്? മഅൻ, ഒപ്പം കഴുകണം. ആദ്യം ഒരു മുൻകൈ കഴുകി പിന്നെ മറ്റേ മുൻകൈ കഴുകി, അങ്ങനെയല്ല. രണ്ട് കൈകളും ഒരുമിച്ച് കഴുകണം. രണ്ട് കൈകളും ഒരുമിച്ച്, അപ്പോൾ രണ്ട് മുൻകൈകളും ഒരുമിച്ച് കഴുകണം. ഏതുവരെ കഴുകണം? ഇലൽ കൂഅൈനി, കൂഅൈനി എന്ന് പറഞ്ഞാൽ കൂഴ എന്ന് പറഞ്ഞാൽ മണിബന്ധം എന്നർത്ഥം. എന്താണ് മണിബന്ധം? അതാ ഇവിടെ ഇതാണ് അല്ലേ. ഈ മണിബന്ധം ഉൾപ്പെടെ ഈ മണിബന്ധം വരെയുള്ള മുൻകൈ, രണ്ട് മുൻകൈകളും ഒരുമിച്ച് കഴുകണം. അതാണ് വുളൂവിൻ്റെ മറ്റൊരു സുന്നത്ത്. ഇനി സുമ്മൽ മൽമദത്തു, പിന്നെ മറ്റൊരു സുന്നത്ത് വായിൽ വെള്ളം കൊപ്പിക്കലാണ്. വായിൽ വെള്ളം കൊപ്പിക്കലാണ്. സുമ്മൽ ഇസ്തിൻഷാഖു, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. മൂക്കിൽ വെള്ളം അപ്പം വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അതിൻ്റെ രൂപമൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. വായിൽ വെള്ളം എടുക്കും, മൂക്കിലേക്ക് വെള്ളം കയറ്റും അല്ലേ. ആദ്യം വായിൽ വെള്ളം പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യൽ. പിന്നെ മസ്ഹുർ റഅ്സി കുല്ലിഹി, തല മുഴുവൻ തടവുക. തല മുഴുവൻ തടവുക. ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. വുളൂവിൻ്റെ ഫർളുകളിൽ ഇടയിലൊക്കെ അത് വരില്ല അല്ലേ. ഈ തല മുഴുവൻ തടവുക എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി പിന്നെ അപ്പാട് തല തടവലാണോ? അല്ലല്ലോ. വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുഖം കഴുകേണ്ടത്. എന്നിട്ട് കൈ കഴുകണം. എന്നിട്ട് കയ്യും കഴുകി കഴിഞ്ഞിട്ട് പിന്നെയാണ് തല തടവുക. ആ തല തടവുന്ന സമയത്താണ് തല മുഴുവൻ തടവുക എന്ന് പറഞ്ഞാൽ. സുമ്മ മസ്ഹുൽ ഉദ്നൈനി, സുമ്മ മസ്ഹുൽ ഉദ്നൈനി, പിന്നെ രണ്ട് ചെവികളെ തടവണം. പിന്നെ രണ്ട് ചെവികളെ തടവണം. അതായത് തല തടവിയ ശേഷം, തല മുഴുവൻ തടവണം നമ്മൾ സുന്നത്തായിട്ട് പഠിച്ചു. തല അല്പം തടവൽ വുളൂവിൻ്റെ ഫർളാണ്, തല മുഴുവൻ തടവൽ വുളൂവിൻ്റെ സുന്നത്താകുന്നു. അപ്പോൾ മസ്ഹുർ റഅ്സി കുല്ലിഹി എന്ന് പറഞ്ഞാൽ തല മുഴുവൻ തടവുക. അത് കഴിഞ്ഞ ശേഷം സുമ്മ മസ്ഹുൽ ഉദ്നൈനി, രണ്ട് ചെവികളും തടവുക. രണ്ട് ചെവികൾ തടവേണ്ടത് എങ്ങനെയാണ്? മഅൻ, മഅൻ എന്ന് പറഞ്ഞാൽ ഒപ്പം എന്നർത്ഥം. എന്താണ് ഒപ്പം? ഒരുമിച്ച് തടവണം രണ്ട് ചെവികളും. അപ്പോൾ ആദ്യം ഒരു ചെവി തടവി പിന്നെ മറ്റേ ചെവി തടവി, അങ്ങനെയല്ല വേണ്ടത്. എങ്ങനെ വേണ്ടത്? രണ്ട് കയ്യിലും വെള്ളമാക്കിയിട്ട് രണ്ട് ചെവിയും തടവണം. ഇനി എങ്ങനെ തടവണം? ലാഹിറൻ വ ബാത്തിനൻ, ഉള്ളും തടവണം പുറവും തടവണം. അപ്പോൾ ചെവിൻ്റെ അധികം ആൾക്കാർ ഇങ്ങനെ കാണിക്കണ കാണാം. ഒരു വിരലിമ വെള്ളമാക്കിയിട്ട് ചെവിൻ്റെ പുറത്ത് മാത്രം. അത് പോരാ. കയ്യുമ്മൽ ശരിക്കും വെള്ളമാക്കിയിട്ട് എന്ത് വേണം? ഉള്ളും പുറവും രണ്ട് ചെവിയും ഒരുമിച്ച് ഇങ്ങനെ തടവണം. മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ളിലും വെള്ളം നനയണം, പുറത്തും വെള്ളം നനയണം. അത് രണ്ട് ചെവിയും ഒരുമിച്ചായിരിക്കുകയും വേണം. പിന്നെ അതും പോരാ, ബി മാഇൻ ജദീദിൻ, ജദീദായ വെള്ളം കൊണ്ട്. അതെന്താ ജദീദായ വെള്ളം? നമ്മൾ സംഗതി തല തടവിയാൽ കുറച്ച് വെള്ളം കയ്യുമ്പോൾ ബാക്കി ഉണ്ടാവും. ആ വെള്ളം കൊണ്ട് തടവിയാൽ പോരെ? അത് പോരാ. അതുകൊണ്ട് സുന്നത്ത് കിട്ടൂല. പിന്നെന്തായിരിക്കണം? ജദീദ് പറഞ്ഞാൽ പുതിയ വെള്ളം, ഉപയോഗിക്കാത്ത വേറെ വെള്ളം തന്നെ എടുത്തിട്ട് എന്ത് വേണം?
ചെവി തടവണം. അപ്പം പുതിയ വെള്ളം കൊണ്ട് എങ്ങനെ പുതിയ വെള്ളം കൊണ്ട് 2 ചെവികൾ ഉള്ളും പുറവും തടവൽ. ഇതാണ് ചെവി തടവുന്നത് സംബന്ധിച്ച വുളൂഇന്റെ സുന്നത്ത്. പിന്നെ വതഖദീമുൽ യമീനി മിനൽ യദൈനി വർരിജ്ലൈനി. വതഖദീമുൽ യമീൻ വലത്തേതിനെ മുന്തിക്കുക. മിനൽ യദൈനി 2 കൈകളിൽ നിന്നും വർരിജ്ലൈനി 2 നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. വർരിജ്ലൈനി റിജ്ല് പറഞ്ഞാൽ കാല്, അപ്പോൾ വർരിജ്ലൈനി 2 കാല്. അപ്പോൾ 2 കൈകളിൽ നിന്നും 2 കാലുകളിൽ നിന്നും വലത്തേതിനെ മുന്തിക്കുക. വലത്തേ കൈ ഇടത്തേ കൈ, വലത്തേ കാല് ഇടത് കാല്. ഇതിൽ നിന്ന് 2 കൈകൾ കഴുകണ്ടേ, 2 കാലും കഴുകണ്ടേ. അപ്പോൾ ആദ്യം ഏത് കൈ കഴുകണം, ഏത് കാല് കഴുകണം? 2 കൈകൾ കഴുകുമ്പോൾ ആദ്യം വലത് കൈ കഴുകുക, പിന്നെ ഇടത് കൈ കഴുകുക. 2 കാല് കഴുകുമ്പോൾ ആദ്യം വലത്തേ കാല് കഴുകുക, പിന്നെ ഇടത്തേ കാല് കഴുകുക. ഇത് സുന്നത്താണ്, വുളൂഇന്റെ സുന്നത്താണ്. അപ്പം കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും വലത്തേതിനെ മുന്തിക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. പിന്നെന്താണ് വത്തസ്ലീസു 3 പ്രാവശ്യമാക്കൽ. 3 പ്രാവശ്യം ചെയ്യൽ. വുളൂഇന്റെ കർമ്മങ്ങളെല്ലാം 3 പ്രാവശ്യം ചെയ്യണം. നമ്മൾ മുൻകൈ കഴുകണമല്ലേ, 3 പ്രാവശ്യം കഴുകണം. അങ്ങനെ എല്ലാ സംഗതികളും മുഖം കഴുകുക, കൈ കഴുകുക, തല തടവുക, ചെവി തടവുക, കാല് കഴുകുക, എല്ലാ സംഗതികളും എത്ര പ്രാവശ്യം കഴുകണം, എത്ര പ്രാവശ്യം ചെയ്യണം? 3 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ വുളൂഇന്റെ സുന്നത്തുകളിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ വായിച്ചു നോക്കട്ടെ. ഇനി നമ്മൾ വിശദീകരണം ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക. അൽ ബാബു സാലിദു ഫി സുനനിൽ വുളൂ. ഈ വുളൂഇന്റെ സുന്നത്തുകളിൽ പറയുന്ന ബാബാണ് 3ാമത്തേത് പാഠം. മിൻഹ വുളൂഇന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്ക് തിരിയൽ. വ തസ്മിയത്തുൻ മഖ്റൂനത്തുൻ ബി അവ്വലിഹി വുളൂഇന്റെ തുടക്കത്തോട് ചേർന്ന് വന്നിട്ടുള്ള ബിസ്മി ചൊല്ലൽ. വ ഗസ്ലുൽ കഫൈനി മഅൻ 2 മുൻകൈകൾ ഒരുമിച്ച് കഴുകൽ. ഇലൽ കൂഅൈനി മണിബന്ധം വരെ. സുമ്മൽ മദ്മദത്തു ശേഷം, അതായത് മുൻകൈ കഴുകിയ ശേഷം വായിൽ വെള്ളം കുപ്പിളിക്കൽ. സുമ്മൽ ഇസ്തിൻഷാഖു പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ. വ മസ്ഹുർ റഅ്സി കുല്ലിഹി തല തടവുന്ന സമയത്ത് തല മുഴുവൻ തടവൽ. സുമ്മ മസ്ഹുൽ ഉദ്നൈനി മഅൻ പിന്നെ 2 ചെവികളും ഒരുമിച്ച് തടവൽ തല തടവിയ ശേഷം. ളാഹിറൻ വ ബാത്തിനൻ ഉള്ളും പുറവും ഒരുമിച്ച് തടവൽ. ബിമാഇൻ ജദീദിൻ പുതിയ വെള്ളം കൊണ്ട് ചെവി തടവൽ. മനസ്സിലായല്ലോ. പിന്നെ വ തഖദീമുൽ യമീനി മിനൽ യദൈനി വർരിജ്ലൈനി 2 കൈകളിൽ നിന്നും 2 കാലുകളിൽ നിന്നും വലത്തേതിനെ മുന്തിക്കൽ. വ തസ്ലീസു 3 പ്രാവശ്യം ചെയ്യൽ. ഇത്രയാണ് വുളൂഇന്റെ സുന്നത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടത്. കുറേ സുന്നത്തുകൾ ഇനിയും വേറെ ഉണ്ട്, നമ്മളിവിടെ ഒന്നും വിശദീകരിക്കണില്ല, കുറച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങോട്ടൊന്ന് പറ, കിതാബിൽ നോക്കിക്കോളി. കിതാബിൽ നോക്കിയിട്ട് മലയാളത്തിൽ ഇങ്ങോട്ട് കിതാബിൽ നോക്കുക, അതിൻ്റെ അറബിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞുതരാം. നോക്കട്ടെ. മിൻഹ വുളൂഇന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയൂ, ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിബ്ലയിലേക്ക് തിരിയൽ, ഖിബ്ലക്ക് മുന്നിടൽ, ഖിബ്ലക്ക് മുന്നിടൽ. ഒന്നായി. പിന്നെ വ തസ്മിയത്ത് തസ്മിയത്ത് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസ്മി ചൊല്ലൽ. തസ്മിയത്തുൻ ബിസ്മി ചൊല്ലൽ. പറഞ്ഞിട്ട് ബോർഡിലേക്ക് നോക്കിയെല്ലാവരും. തസ്മിയത്തുൻ ബിസ്മി ചൊല്ലൽ. പിന്നെ വ തസ്മിയത്തുൻ മഖ്റൂനത്തുൻ ബി അവ്വലിഹി വുളൂഇന്റെ തുടക്കത്തോട് ചേർന്ന് വന്നിട്ടുള്ള ബിസ്മി ചൊല്ലൽ. പിന്നെ വ ഗസ്ലുൽ കഫൈനി മഅൻ. ഗസ്ലുൽ കഫ് ഗസ്ൽ എന്ന് പറഞ്ഞാൽ കഴുകുക എന്നാണ്, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. കഫ് എന്ന് പറഞ്ഞാൽ മുൻകൈ. അപ്പം എന്താണ്? ഗസ്ലുൽ കഫൈനി മുൻകൈ കഴുകൽ, അല്ലേ? മുൻകൈകളെ കഴുകൽ. അപ്പോൾ 2 കൈകൾ മണിബന്ധം 2 മുൻകൈകൾ മണിബന്ധം വരെ ഒപ്പം കഴുകൽ. പറഞ്ഞാട്ടെ, 2 മുൻകൈകൾ മണിബന്ധം വരെ ഒപ്പം കഴുകൽ. പിന്നെ സുമ്മൽ മദ്മദത്തു പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കൽ. വായിൽ വെള്ളം മദ്മദത്ത് എന്ന് പറയുമ്പോൾ തന്നെ തിരിയുന്നില്ല, വായിൽ വെള്ളം കുപ്പിളിക്കൽ. സുമ്മൽ ഇസ്തിൻഷാഖു പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ. വായിൽ വെള്ളം കുപ്പിളിക്കാനുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതും പറയുന്നതുമായ കാര്യമാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത്. അതൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ വ മസ്ഹുർ റഅ്സി കുല്ലിഹി തല മുഴുവൻ തടവുക. തല മുഴുവൻ റഅ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ. വ മസ്ഹുർ റഅ്സി മസ്ഹ് എന്ന് പറഞ്ഞാൽ തടവുക. മസ്ഹ് എന്ന് പറഞ്ഞാൽ തടവുക. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിലും പഠിച്ചിട്ടുണ്ട്. മസ്ഹുൻ തടവുക. അപ്പം വ മസ്ഹുർ റഅ്സി കുല്ലിഹി തല മുഴുവൻ തടവുക. സുമ്മ മസ്ഹുൽ ഉദ്നൈനി മഅൻ ളാഹിറൻ വ ബാത്തിനൻ ബിമാഇൻ ജദീദിൻ. ഉദ്നൈനി ഉദ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ൻ ചെവി. അപ്പോൾ ഉദ്നൈനി 2 ചെവി. അപ്പോൾ എന്തായിരിക്കും? ചെവികൾ തടവുക, അല്ലേ? എങ്ങനെ തടവണം എന്നാണ് പറഞ്ഞത് നമ്മൾ? ഒപ്പരം തടവണം, ഒരുമിച്ച് തടവണം, ഉള്ളും പുറവും തടവണം, പുതിയ വെള്ളം കൊണ്ട് തടവണം. അപ്പം എങ്ങനെ നമ്മൾ പറയേണ്ടത്? 2 ചെവികൾ ഉള്ളും പുറവും പുതിയ വെള്ളം കൊണ്ട് ഒരുമിച്ച് തടവൽ. പുതിയ വെള്ളം കൊണ്ട് 2 ചെവിയും ഉള്ളും പുറവും ഒപ്പം തടവൽ. പിന്നെന്താണ്?
വതഖ്ദീമുൽ യമീനി മിനൽ യദൈനി വശിമാൽ. യമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മദ്രസയിൽ പറയല്ലേ യമീൻ ഷിമാൽ എന്നൊക്കെ പറയല്ലേ. യമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വലത് ഭാഗം അല്ലേ. അപ്പം മിനൽ യദൈനി വ റിജ്ലൈനി, യദ് കൈ എന്നാണ്, റിജിൽ പറഞ്ഞാൽ കാല് എന്നാണ്. ഇത് രണ്ടും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം രണ്ട് കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും തഖ്ദീമുൽ യമീൻ, വലത്തേതിനെ മുന്തിക്കൽ. അപ്പോൾ രണ്ട് കൈകളിൽ നിന്നും രണ്ട് കാലുകളിൽ നിന്നും വലത്തേതിനെ മുന്തിക്കൽ. പിന്നെയോ വത്തസ്ലീസു, ഉളൂഇൻ്റെ പ്രവൃത്തികൾ 3 പ്രാവശ്യം ചെയ്യൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉളൂഇൻ്റെ ഏതാനും സുന്നത്തുകൾ ഇത് നിങ്ങൾ കാണാണ്ട് ശരിക്കും പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി സുന്നത്തുകളെ കുറിച്ചിട്ടും ബാക്കി ഭാഗങ്ങളും നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.